തറവാട്ടിൽ സ്വന്തമായി 3 ക്ഷേത്രങ്ങളുണ്ടായിരുന്ന, രാമായണവും മഹാഭാരതവും മനഃപ്പാഠമാക്കിയിരുന്ന അരവിന്ദാക്ഷ മേനോൻ ക്രിസ്തുസാക്ഷിയായ കഥ. 1-ാം ഭാഗം. കോട്ടയത്തിനടുത്ത് കുമരകം എന്ന ഗ്രാമത്തിൽ വളരെ യാഥാസ്ഥികമായ ഒരു നായർ തറവാട്ടിലാണ് അരവിന്ദാക്ഷ മേനോൻ ജനിച്ചു വളർന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ രാമായണം, മഹാഭാരതം, മഹാഭാഗവതം തുടങ്ങിയ മതഗ്രന്ഥങ്ങൾ വായിച്ചു പഠിക്കുവാനും ഇതിഹാസ കഥകൾ കേട്ടുവളരുവാനും അവസരം ലഭിച്ചു. എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുക, സ്വാർത്ഥമോഹങ്ങളില്ലാതെ ജീവിക്കുക തുടങ്ങി പല നല്ല ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. 18-ാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ സാമാന്യ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വാണിജ്യ വകുപ്പിന് കീഴിലുള്ള റബ്ബർ ബോർഡ് എന്ന സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. പിന്നീടുള്ള 20 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതുപോലെയൊരു സാക്ഷ്യത്തിനൊന്നും എടുത്തു പറയത്തക്ക യാതൊരുവിധ പ്രത്യേകതകളുമുള്ള ജീവിതമായിരുന്നില്ല. ഒരു സാധാരണ ജീവിതം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നല്ല ഗുണങ്ങൾ അദ്ദേഹത്തിനേറെ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സ്നേഹിതരായി മാറി. താൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ജോലിക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും സംഘടനകളുടെ നേതാവായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പ്രേരിതമായ ഈ സംഘടനയിലൂടെ അദ്ദേഹം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടു. ആ പാർട്ടിയിലെ ഒരു സജീവ പ്രവർത്തകനായി. ഒട്ടും താമസിയാതെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശികമായി ഒരു നേതാവായി തീരുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നാട്ടുകാരുടെയും സംഘടനാ പ്രവർത്തനത്തിലൂടെ സഹപ്രവർത്തകരുടെയും സ്നേഹവിശ്വാസങ്ങൾ ആർജിച്ച് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ അദ്ദേഹം 20 വർഷം ചിലവഴിച്ചു. ഇതിനിടെ അദ്ദേഹം വിവാഹിതനായി. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളുണ്ടായി. വളരെ സന്തോഷമായ കുടുംബജീവിതം നയിക്കുകയായിരുന്നു. അതും ആ കാലയളവിൽ അദ്ദേഹത്തിന് ലഭിച്ചു. സന്തോഷപ്രദമായ 20 വർഷത്തെ ജീവിതത്തിന് ശേഷം സന്തോഷപ്രദമായ ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കവേ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണ് ജോലി നഷ്ടപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ബന്ധം, പാർട്ടിയിലെ തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പരോക്ഷമായ കാരണങ്ങളായി. പ്രത്യക്ഷമായി സ്ഥാപനത്തിലുണ്ടായ ഒരു വലിയ സമരത്തിന് അദ്ദേഹം കൊടുത്ത നേതൃത്വം, ഇതിൻ്റെ എല്ലാം കാരണം കാണിച്ച് അദ്ദേഹത്തിൻ്റെ അധികാരികൾ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. 10-20 വർഷക്കാലം മറ്റുള്ളവരുടെ സ്നേഹത്തിനും മറ്റുള്ളവരുടെ വിശ്വാസത്തിനും മറ്റുള്ളവരുടെ പ്രശംസയ്ക്കും പ്രീതിക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിച്ചതുകൊണ്ട് സാമ്പത്തികമായി അദ്ദേഹത്തിൻ്റെ ജീവിതം അത്ര ഭദ്രമായിരുന്നില്ല. എന്നും പിന്നോക്കമായിരുന്നു. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് അപ്രതീക്ഷിതമായി അതിൻ്റെ വരുമാനം നഷ്ടപ്പെട്ടു പോയാലുണ്ടാകുന്ന ബുദ്ധിമുട്ട് തികച്ചും അനുഭവിക്കേണ്ടി വന്നു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ ജീവിതം ദാരിദ്ര്യപൂർണമായി തീർന്നു, ദുഃഖപൂർണമായി. ഓരോ ദിവസത്തെ അവരുടെ ജീവിതവും ഓരോ കഥയായി മാറി. പൂർണ്ണമായ നിരാശയുടെ കഥ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക പോലും സമ്പാദിച്ചു കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിയാതെ വന്നതിലുള്ള നിരാശ ഒട്ടേറെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്ന സുഹൃത്തുക്കൾ, അവരുടെ സഹപ്രവർത്തകർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തെയും കുടുംബത്തെയും പൂർണ്ണമായി അവഗണിച്ചു. അദ്ദേഹത്തെ കാണുമ്പോൾ പല സ്നേഹിതരും വഴിമാറി നടക്കാൻ തുടങ്ങി. എന്തെങ്കിലും സഹായം ചോദിച്ചാലോ എന്ന് ഭയപ്പെട്ടിട്ടാണ് അവർ മാറി നടന്നിരുന്നത്. വേദനാജനകമായ ഈ അവഗണനയുടെ കഥയായിരുന്നു ആ കാലത്ത് മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഇതിലൊക്കെ ഉപരിയായി എവിടെ വെച്ച് കാണുമ്പോഴും തറവാടിൻ്റെ അഭിമാനം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ച് പുകഴ്ത്തിയിരുന്ന ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് കള്ളനും കുരുത്തം കെട്ടവനും തെമ്മാടിയുമൊക്കെയായിട്ട് മാറി. സ്വന്തം പ്രവൃത്തി ദോഷം കൊണ്ട് ഒന്നാന്തരം ഒരു ജോലി ഉണ്ടായിരുന്നത് കളഞ്ഞു കുളിച്ച തെമ്മാടിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ തുടങ്ങി. അങ്ങനെ അപമാനവും സഹിക്കേണ്ടി വന്നു. ദാരിദ്ര്യത്തിനും കഷ്ടപ്പാടിനും പുറമെയാണ് അപമാനത്തിൻ്റെയും അവഗണനയുടെയും അനുഭവങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടായത്. ഇങ്ങനെ ഓരോ ദിവസത്തെ ജീവിതവും ദുഃഖത്തിൻ്റെയും വേദനയുടെയും അപമാനത്തിൻ്റെയും അനുഭവങ്ങളായി മാറിയപ്പോൾ സാധാരണ
പുരുഷന്മാർക്കും കുടുംബനാഥന്മാർക്കും ഉണ്ടാകുന്ന ദൗർബല്യം അദ്ദേഹത്തെയും ബാധിച്ചു. 38-ാമത്തെ വയസ്സുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി, സംഘടനാ നേതാവായി, മാതൃകാ പുരുഷനായി, മദ്യത്തിൻ്റെ രുചിയോ ഗന്ധമോ എന്തെന്നറിയാതെ ജീവിച്ച അദ്ദേഹം 38-ാമത്തെ വയസ്സിൽ ഒരു തികഞ്ഞ മദ്യപാനിയായി മാറി. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് കുടുംബനാഥൻ കുടിച്ച് ലക്കുകെട്ട് വന്നാലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അത് വിശദീകരിക്കേണ്ട കാര്യമല്ല. കുടുംബകലഹം കൂടി ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ തകർച്ച പൂർണ്ണമായി. ഇങ്ങനെ ജീവിതം തകർന്ന് വഴിമുട്ടുമ്പോഴാണ് സാധാരണ എല്ലാവരും ദൈവത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അദ്ദേഹവും ദൈവത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. ദൈവത്തെക്കുറിച്ച് ആലോചിക്കുവാൻ, ദൈവത്തിലേക്ക് തിരിയുവാൻ വളരെ എളുപ്പം. കാരണം ആത്മീയമായി വലിയൊരു പശ്ചാത്തലമുള്ള തറവാടാണ് അദ്ദേഹത്തിൻ്റെ. സ്വന്തമായി 3 ക്ഷേത്രങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ. വീട്ടുവളപ്പിൽ തന്നെ 2 ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളിൽ കുടിയിരിക്കുന്ന ദൈവങ്ങൾക്ക് ഭരദേവതമാർ എന്ന് പറയും. ഭരദേവതമാരുടെ ക്ഷേത്രങ്ങളിൽ പോയി അദ്ദേഹം മനംനൊന്ത് പ്രാർത്ഥിച്ചു. വിധിപ്രകാരമുള്ള എല്ലാ നേർച്ചകളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആഴ്ചകളോളം, മാസങ്ങളോളം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവഴിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങൾക്ക്, കഷ്ടപ്പാടുകൾക്കും ദാരിദ്ര്യത്തിനും ഒരു കുറവും ഉണ്ടായില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോൾ ഹിന്ദുക്കൾ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്, ജ്യോതിഷക്കാരനെ കാണും. അതുകൊണ്ട് ആണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടാതെ പോകുന്നത്, എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം തനിക്ക് കിട്ടാതെ പോകുന്നത് എന്ന് അന്വേഷിക്കാൻ പ്രശ്നം വെച്ച് നോക്കണം. വളരെ പ്രസിദ്ധനായ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് അദ്ദേഹം പോയി. തൻ്റെ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ വളരെ വിശദമായി അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. 4 പ്രാവശ്യം അദ്ദേഹം ജ്യോതിഷൻ്റെ അടുത്ത് പോയി. 4 പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ കഷ്ടതകൾക്ക് അദ്ദേഹം 4 കാരണങ്ങൾ പറഞ്ഞു. ദൈവകോപം, ജന്മദോഷം, നക്ഷത്രദോഷം, സർപ്പകോപം. 4 കാരണങ്ങൾക്കും പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചു. വളരെയധികം പണച്ചിലവുള്ള കർമ്മങ്ങളായിരുന്നു അവ. പൂജകൾ, ഹോമങ്ങൾ, ഇല്ലാത്ത പണം കടം വാങ്ങി എല്ലാം ചെയ്തു. സ്വന്തമായി ഉണ്ടായിരുന്ന 5 സെൻറ്റ് ഭൂമിയും വീടും അന്യാധീനമായി എന്നതൊഴിച്ചാൽ യാതൊരു പ്രയോജനവും അത്തരം പൂജകൾ കൊണ്ടോ ബലികൾ കൊണ്ടോ ഹോമങ്ങൾ കൊണ്ടോ ഉണ്ടായില്ല. ദൈവത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം അങ്ങനെ പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായി മാറി. കേരളത്തിൽ വളരെ പ്രസിദ്ധമായ നിരീശ്വരവാദികളുണ്ട്. അവർക്ക് അവരുടെ സംഘടനയുണ്ട്, പ്രസ്ഥാനമുണ്ട്. യുക്തിവാദ സംഘം ഇതിൻ്റെ ചില നേതാക്കന്മാരെയൊക്കെ ഈ സമയത്ത് അദ്ദേഹം കണ്ടുമുട്ടുവാനിടയായി. അദ്ദേഹത്തിൻ്റെ കഥയൊക്കെ കേട്ടിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്, നിങ്ങളെ ഒന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കിനി സാമൂഹികമായൊരു ബാധ്യതയുണ്ട്, ഈ സമൂഹത്തോട് ഒരു കടമയുണ്ട്. ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്കുണ്ടായ അപകടങ്ങളൊന്നും മറ്റുള്ളവർക്കുണ്ടാകാതെ നോക്കണം, അതാണ് നിങ്ങളുടെ കടമ. അത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അവരുടെ ഉപദേശം അദ്ദേഹം മനസ്സിൽ സ്വീകരിച്ചു. മറ്റുള്ളവരുടെ നന്മയാണ് എൻ്റെ ലക്ഷ്യം, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന ചിന്ത അദ്ദേഹത്തിൽ ഉണർന്നു വന്നു. തന്നിലെ കമ്മ്യൂണിസ്റ്റുകാരൻ ഉയർത്തെഴുന്നേറ്റു. 3 വർഷക്കാലം കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ നടന്ന് ദൈവമില്ല എന്ന് പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു. ദൈവമില്ല, ദൈവം മിഥ്യയാണ്, വെറും തോന്നലാണ്, മനുഷ്യൻ്റെ സൃഷ്ടിയാണ് ദൈവം, മനുഷ്യനെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംവിധാനമാണ് മതം, അതെല്ലാം തട്ടിപ്പാണ്, ആരും അതിലേക്കൊന്നും വീണുപോകരുത്, ഇങ്ങനെയൊക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം നാടുനീളെ പ്രസംഗിച്ചു നടന്നു. 3 വർഷം ദൈവനിഷേധം പറഞ്ഞുകൊണ്ടാണ് നടന്നതെങ്കിലും ഈ 3 വർഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ കാലഘട്ടമായി മാറി എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം. കാരണം ധാരാളം പുസ്തകങ്ങൾ വായിക്കുവാനുള്ള അവസരമുണ്ടായി. സാംസ്കാരിക നായകന്മാർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന വലിയ വലിയ ആളുകൾ, എഴുത്തുകാർ, ബുദ്ധിജീവികൾ, ഇവരൊക്കെയായി അടുത്ത് പരിചയപ്പെടുവാനും ഇടപെടാനുമുള്ള സന്ദർഭങ്ങളുണ്ടായി. അങ്ങനെ ദൈവനിഷേധം പ്രസംഗിച്ചുകൊണ്ട് നടന്ന കാലത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു സുഹൃത്ത് ബന്ധം, ഒരു സുഹൃത്ത് തൻ്റെ ജീവിതത്തിൽ അടിമുടി ചലനമുണ്ടായി. ഒരിക്കൽ തമിഴ്നാട്ടിലെ സേലം എന്ന പട്ടണത്തിൽ ദൈവനിഷേധം പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് ഒരാൾ കാണാൻ വന്നു. ഒരു ബ്രാഹ്മണനായി ജനിച്ച് ദാരിദ്ര്യത്തിൽ വളർന്ന് സ്വന്തം അധ്വാനം കൊണ്ട് പഠിച്ച് വക്കീലായി, ജഡ്ജിയായി, കോടതിയുടെ ജഡ്ജിയായി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി പെൻഷൻ പറ്റി പിരിഞ്ഞ ഒരു ബ്രാഹ്മണൻ, സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും അഗാധമായ പാണ്ഡിത്യമുള്ള പണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ. ദൈവനിഷേധം പറഞ്ഞുകൊണ്ടുള്ള എൻ്റെ പ്രസംഗം കേട്ടിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, തനിക്ക് ജീവിതത്തിൽ 2 പ്രാവശ്യം തെറ്റുപറ്റി.
ജീവിതത്തിൽ വലിയ ദുഃഖവും ദുരിതവുമൊക്കെ ഉണ്ടായപ്പോൾ ദൈവത്തിലേക്ക് തിരിയുന്നു എന്ന ധാരണയോടെ താൻ തിരിഞ്ഞത് ദൈവത്തിലേക്കൊന്നുമായിരുന്നില്ല, ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങളിലേക്കുമായിരുന്നു. തെറ്റിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിന് വലിയ അത്ഭുതം തോന്നി. ഈ മനുഷ്യൻ ബ്രാഹ്മണനാണ്, ക്ഷേത്രങ്ങളിൽ വിഗ്രഹം പൂജിച്ച് ആ പൂജ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരു വംശത്തിൽ ജനിച്ചു വളർന്നവനാണ്. അദ്ദേഹം തന്നെ തന്നോട് പറയുന്നു താൻ ക്ഷേത്രങ്ങളിൽ പോയി വിഗ്രഹങ്ങളെ പൂജിച്ച് തെറ്റായിപ്പോയി എന്ന്. രണ്ടാമത് ക്ഷേത്രങ്ങളിൽ പോയി വിഗ്രഹങ്ങളുടെ മുന്നിൽ നിറച്ച് കാഴ്ചകൾ വെച്ച് പൂജിച്ചിട്ട് പ്രയോജനമൊന്നും കിട്ടാതെ വന്നപ്പോൾ താൻ ദൈവനിഷേധത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും തിരിഞ്ഞതാണ് രണ്ടാമത്തെ തെറ്റ് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഈ രണ്ട് തെറ്റുകളും തിരുത്തണമെന്ന് അദ്ദേഹം ശക്തമായി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു.